ഹായ്, എല്ലാവർക്കും വീണ്ടും സ്പോർട്സ് കഥയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിത്, എന്റെ കൂടെ വൈശാഖ്. ഹായ്. ഹായ്, ഞങ്ങള് ആദ്യമായിട്ടാണ് മലയാളത്തില് ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിനെ കുറിച്ചാണ്. അപ്പൊ യൂറോപ്പിൽ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോ അതിപ്പോ എങ്ങനെ പോകുന്നു, അത് എന്താണ്, ഞങ്ങളുടെ പ്രവചനം എന്താണ്, ഞങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ് എന്നാണ് ഞങ്ങൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങള് 2-3 ആഴ്ച മുമ്പ് ഞങ്ങൾ ഈ ചാമ്പ്യൻസ് ലീഗ് ഡ്രോ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു പ്രഡിക്ഷൻ കൊടുത്തിരുന്നു. ഞങ്ങളുടെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷിൽ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. എന്താണ് ഞങ്ങളുടെ പ്രഡിക്ഷൻസ് ഓഫ് ഈ ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പിൽ ആരാണ് പ്രോഗ്രസ് ചെയ്യുക, ആരാണ് എലിമിനേറ്റ് ആവുക എന്നെല്ലാം കുറച്ച് ഞങ്ങളൊരു പ്രഡിക്ഷൻ ഒരു പോഡ്കാസ്റ്റ് നടത്തിയിരുന്നു. അത് കേട്ടിട്ട് ആൾക്കാർ മലയാളത്തിൽ വേണം, അതിന്റെ ഒരു മലയാളത്തിൽ വേണം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം മലയാളത്തിൽ ചെയ്യുന്നത്. എന്തായാലും ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അന്ന് ചെയ്തപ്പോൾ ചാമ്പ്യൻസ് ലീഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ ചാമ്പ്യൻസ് ലീഗിന്റെ ഫസ്റ്റ് റൗണ്ട് ഓഫ് മാച്ചസ് കഴിഞ്ഞു. അപ്പൊ അതിന്റെ റിസൾട്ട്സ് നമുക്ക് അറിയാം. അപ്പൊ അതും കൂടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇനി ബാക്കി സംസാരിക്കാൻ പോകുന്നതാണ്. എന്തായാലും ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ 8 ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പ് എ ടു ഗ്രൂപ്പ് എച്ച്, അങ്ങനെ 8 ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ അതില് ഓരോ ഗ്രൂപ്പിലും ഞങ്ങൾ ആദ്യം ഏത് ഗ്രൂപ്പാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയും. ഞങ്ങളുടെ ഒപ്പീനിയനിൽ ഏത് ഗ്രൂപ്പാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഏതൊക്കെ ടീമുകളാണ് പ്രോഗ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതൊക്കെ ടീമാണ് എലിമിനേറ്റ് ആവുക എന്ന് പറയുക. അതാണ് ഈ പോഡ്കാസ്റ്റിൽ ഞങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഗ്രൂപ്പ് എന്നുള്ളത്, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഗ്രൂപ്പ് എന്ന് തോന്നിയത് ഗ്രൂപ്പ് എച്ച് ആണ്. വൈശാഖിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഗ്രൂപ്പ് എന്ന് തോന്നിയത് ഗ്രൂപ്പ് ബി ആണ്. അപ്പൊ ഞാൻ വൈശാഖിനോട് ആദ്യം ചോദിക്കാം, എന്തുകൊണ്ടാണ് വൈശാഖിന് ഗ്രൂപ്പ് ബി ഏറ്റവും ടഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് തോന്നാൻ കാരണം? അപ്പൊ നമുക്ക് ആദ്യത്തെ 2 ഗ്രൂപ്പ് വെച്ച് തുടങ്ങാം. എന്റെ ആദ്യത്തെ 2 ടഫ് ആയിട്ടുള്ള ഗ്രൂപ്പുകള്, ആദ്യം ഗ്രൂപ്പ് ബി, പിന്നെ ഗ്രൂപ്പ് എച്ച്. രോഹിത്തിന് അങ്ങനെ നേരെ തിരിച്ചാണ് ഇനി. അപ്പൊ ഞാൻ എന്റെ കാരണം പറയാം. ഞാൻ ഇതിന് ഏതാണ് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ടീമുകൾക്കും ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തു. അപ്പൊ ഏറ്റവും 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറേറ്റ്, അതായത് ഇന്ന് ഈ ചാമ്പ്യൻസ് ലീഗ് ജയിക്കാൻ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 4 ടീമുകൾ, ഞാൻ 4 ടീമുകളെയാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് വിളിക്കുന്നത്. അതായത് പാരീസ് സെയിന്റ് ജെർമൻ, ബയേൺ മ്യൂണിക്, മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂൾ. ഇവരാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഇതിൽ ചില ടീമുകൾ ഇതിൽ പെട്ടില്ല, വലിയ ടീമുകൾ ഇതിൽ പെട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം പലർക്കും ഉണ്ടാവാം. പക്ഷെ അവർക്ക് ചില പോരായ്മകൾ ഉണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇനി ഇത് കഴിഞ്ഞ ഒരു 4 സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്ന ടീമുകൾ, അതായത് ഇവര് ജയിച്ചാൽ ഒന്നും അത്ര അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ ഇവരല്ല 4 ഫേവറേറ്റ് ആയിട്ടുള്ള ടീമുകൾ ഇവരല്ല. ഇനി റേറ്റിംഗ് 3, ഇത് കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ. നമ്മളിപ്പോ ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് സ്റ്റേജിൽ 4 ടീമിൽ 2 ക്വാളിഫൈ ചെയ്യുക, അങ്ങനെയാണല്ലോ. അതിന് പകരം 32 പേരും ഒരു ഗ്രൂപ്പിലായിട്ട് അങ്ങനെ കളിക്കാന്ന് വെക്കുക. എന്നാൽ ഈ ടോപ്പ് 16 സ്പോട്ട് പിടിക്കാൻ ആരൊക്കെയാണ്, എത്ര പേർക്ക് അത് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു പ്രാഗൽഭ്യം ഉണ്ട് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ആ ഒരു ടോപ്പ് 16 സ്പോട്ടിന് നിൽക്കാൻ പറ്റുന്ന ഒരു 20 to 25 ടീംസ് ആണ് ഞാൻ ഈ 3 സ്റ്റാർ റേറ്റിംഗിലേക്കെങ്കിലും വരേണ്ട ടീമുകൾ എന്ന് പറയാം. അപ്പൊ അത്രയും ടീമുകൾ ഒരു 3 സ്റ്റാർ റേറ്റിംഗ് എങ്കിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമുള്ള ചില ടീമുകൾ യൂറോപ്പ ലീഗിലേക്ക് ആണ്, അവർക്ക് പിന്നെ ഒരു യൂറോപ്പ ലീഗിലേക്ക് പോകാനായിരിക്കും അവർക്ക് ഒരു ക്വാളിറ്റി. അപ്പൊ അവരൊരു 2 സ്റ്റാർ റേറ്റിംഗും പിന്നെ 1 സ്റ്റാർ റേറ്റിംഗ് ഞാൻ ഒരു ടീമിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഫെറൻസ് വാറോസ്. അവര് ആദ്യമായിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ്, 25 കൊല്ലത്തിൽ ആദ്യമായിട്ടാണ് ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നത്. അപ്പൊ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് കളിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് അവർ വിചാരിക്കുന്നത്. അപ്പൊ അവർക്കൊരു 1 സ്റ്റാർ റേറ്റിംഗ്. ഇങ്ങനെ റേറ്റിംഗ് കൊടുത്തതിന് ശേഷം നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഗ്രൂപ്പ് ബി ഒരേ ഒരു ഗ്രൂപ്പാണ്, അതിലെല്ലാ ടീമുകളും 3 സ്റ്റാർ റേറ്റിംഗ് എങ്കിലും ഉണ്ട്. ബാക്കി എല്ലാ ഗ്രൂപ്പുകളും ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ടീമെങ്കിലും 2 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ടീം ഉണ്ടാവും.
ഗ്രൂപ്പ് ബി മാത്രം എല്ലാം 3 സ്റ്റാർ, 2 3 സ്റ്റാർ റേറ്റിംഗും 2 4 സ്റ്റാർ റേറ്റിംഗും. അതായത് 4 സ്റ്റാർ റേറ്റിംഗ് ഞാൻ റിയൽ മാഡ്രിഡിനും ഇന്റർ മിലാനും കൊടുക്കും. 3 സ്റ്റാർ റേറ്റിംഗ് ബൊറൂഷ്യ മൊൺചെൻഗ്ലാഡ്ബാക്കിനും ഷക്തറിനും. ഇതിൽ പറയുന്ന ഷക്തർ ഇപ്പൊ റിയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചു. ഇതായിരുന്നു ആദ്യത്തെ ഒരു സംശയം. ഷക്തറിനെ പോലെ ഒരു ടീമുള്ളൂ, റിയൽ മാഡ്രിഡ് പോലത്തെ ഒരു വലിയൊരു ടീമുള്ളപ്പോൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പറ്റുക? എന്റെ ഒരു അഭിപ്രായത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിന്നിപ്പോ ഷക്തറാണ് ഏറ്റവും വീക്കസ്റ്റ് ടീം എന്ന് ഇതിൽ പറഞ്ഞാൽ പോലും ഷക്തറിന് പോലും ഈ ഗ്രൂപ്പ് ടോപ്പ് ചെയ്തിട്ട് ഏറ്റവും ഫസ്റ്റ് പ്ലേസിൽ വെച്ച് ഇത് ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഷക്തറിന്റെ ടീമിന് 10-ലധികം കളിക്കാര് കോവിഡ് കാരണം പുറത്തിരുന്നിട്ട് പോലും റിയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. അത് അവരുടെ ഒരു സ്ക്വാഡ് പ്ലാനിങ്ങിന്റെ കേമത്വം കൂടിയാണ്. ഇത്രയും നല്ലൊരു എന്താ പറയാ, ബെഞ്ചിലുള്ള കളിക്കാരെ ഇത്രയും നല്ല കളിക്കാരെ അവർ വളർത്തി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണാണ്ടിരിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഗ്രൂപ്പ് ബി വളരെ ടഫായിട്ടുള്ള ഗ്രൂപ്പാണ്. അതിൽ ഒരു ഈസി ആയിട്ടുള്ള മാച്ച് പോലും ആർക്കും. ഇപ്പൊ റിയൽ മാഡ്രിഡിന് ക്വാളിഫൈ ചെയ്യണം വെച്ചാൽ ഏതെങ്കിലും ഒരു മാച്ച് കുറച്ച് നന്നായി കളിച്ചില്ലെങ്കിൽ തോറ്റുപോകും. അത്രയും ടഫായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. നേരെ മറിച്ച് ഗ്രൂപ്പ് എച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ ബസാക് സെഹിർ ഒരു 2 സ്റ്റാർ റേറ്റിംഗ് ആയിട്ടുള്ള ടീമേ ഉള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. മറ്റു 2 ടീമുകൾ ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയാലും ലൈപ്സിഗ് ആയാലും ഒരു 3+ റേറ്റിംഗ് ഉള്ള ടീംസ് ആണ്. പാരീസ് സെന്റ് ജർമാൻ പറഞ്ഞ പോലെ 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. അപ്പൊ ഇത് തന്നെയാണ് ഒരു വളരെ ടഫ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ഒരു ചാമ്പ്യൻസ് ലീഗ് ഫേവറേറ്റ് കളിക്കുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ്. അതേപോലെ തന്നെ 3 സ്റ്റാർ റേറ്റിംഗ് ആണെങ്കിൽ പോലും ലൈപ്സിഗ് സെമി ഫൈനലിൽ കളിച്ച ഒരു ടീമാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ഫോമിൽ കളിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു 3+ റേറ്റിംഗ് ഉള്ള ടീം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു കുറച്ച് ടഫ് ആയിട്ടുള്ള ഗ്രൂപ്പ് തന്നെയാണ്. ബട്ട് ബീഡ് അത്ര ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം അതിൽ ഒരു ഈസി ആയിട്ടുള്ള ഒരു മാച്ച് ഉണ്ട് ബസാക് സെഹിറായിട്ട്. ഇസ്താൻബുളിലൊക്കെ പോയി കളിക്കുകയാണെങ്കിൽ പോലും ഈസി ആയിട്ടുള്ള ഒരു മാച്ച് ഉണ്ട്. ഇതാണ് എന്റെ ഒരു അഭിപ്രായം. ഇനി ഞാൻ രോഹിത്തിന്റെ കാരണം പറയട്ടെ. യെസ്, വൈശാഖ് നല്ല ഒബ്ജക്റ്റീവ് ആയിട്ടാണ് അതെല്ലാം പറഞ്ഞ. 5 സ്റ്റാർ റേറ്റിംഗും 4 സ്റ്റാർ റേറ്റിംഗുള്ള ടീംസ് എല്ലാം. യെസ്, ഞാൻ അത് പറഞ്ഞ ഒന്നും ഞാൻ ഒപ്പോസ് ചെയ്യുന്നില്ല. അതെല്ലാം ശരിയാണ്, സമ്മതിച്ചു. എന്റെ റീസണിങ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വൈശാഖ് പറഞ്ഞ പോലെ തന്നെ PSG വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആണ്. ഈ ചാമ്പ്യൻസ് ലീഗ് കംപ്ലീറ്റ്ലി ജയിക്കാൻ തന്നെ വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആണ്. അല്ലെങ്കിൽ വൈശാഖ് പറഞ്ഞു 1 in 4 ഈ ചാമ്പ്യൻസ് ലീഗ് ജയിക്കാനുള്ള മെയിൻ 4 ടീംസിൽ ഒരു ടീമാണ് PSG. അപ്പൊ അത്രയും നല്ല ടീമാണ് PSG, അത് സംശയമില്ല. പക്ഷെ അതൊരു കാര്യം, അത് ഷുവറാണ്. അത് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലൈപ്സിഗും ഇവർ രണ്ടുപേരും നല്ല ടീമുകളാണ്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലാസ്റ്റ് ടൈം യൂറോപ്പ ലീഗിന്റെ സെമി ഫൈനൽസ് കളിച്ചതാണ്. അവര് ആ മാച്ച് നല്ല ജയിക്കേണ്ടതായിരുന്നു, എന്നാൽ അത് അവിടെ വരെ എത്തിയതാണ്. ലൈപ്സിഗ് ആണെങ്കിൽ അവരുടെ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ എത്തിയതായിരുന്നു. അപ്പൊ രണ്ടുപേരും കഴിഞ്ഞ വർഷം യൂറോപ്പിൽ നല്ലപോലെ പ്രകടനം കാണിച്ചിരുന്നു. അപ്പൊ അത് വളരെ വലിയ കാര്യമാണ്. അത് മാത്രമല്ല അവരുടെ ലീഗിലും അവർ 3rd പൊസിഷനിലാണ് ഫിനിഷ് ചെയ്തത്. രണ്ടുപേരും അവരുടെ റെസ്പെക്റ്റീവ് ലീഗില് അവർ 3ാമതെത്തി. അപ്പൊ ഈ 3 ടീം നല്ല ടീമാണ്, സംശയമില്ല. ഇനി എനിക്ക് ഞാൻ മനസ്സിലായി അത് ഇപ്പോ ഈ ഗ്രൂപ്പിന്റെ ഒരു കുറവ് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ബഷക്ഷീർ എന്ന് പറഞ്ഞ ടീം അവര് ഈ 3 ടീമിന്റെ ലെവലിൽ ഉണ്ടാവില്ല എന്ന് പറയാൻ അത് ശരിയാണ്. ഈ ടീമിന്റെ ലെവലിൽ ഇല്ല, അത് സംശയമില്ല. പക്ഷെ അവരെ ചെറുതായി കാണരുതാണ് ഞാൻ പറയുന്നത്. കാരണം അവരും ടർക്കിഷ് ചാമ്പ്യൻസ് ആണ്. ഓക്കെ, അവരും കഴിഞ്ഞ പ്രാവശ്യം യൂറോപ്പ ലീഗിന്റെ നോക്കൌട്ട് സ്റ്റേജുകളിൽ എത്തിയതാണ്. അപ്പൊ അവരും അത്ര എളുപ്പമുള്ള പുഷോവേഴ്സ് ആയിരിക്കില്ല. പക്ഷെ എനിക്ക് അതൊന്നും അല്ല കാര്യം. ഞാൻ ഈ ഗ്രൂപ്പ് എന്തുകൊണ്ടാണ് ടഫ് എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ബിനേക്കാളും ടഫ് എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഗ്രൂപ്പ് ബിയില് റിയൽ മാഡ്രിഡും ഇന്റർ മിലാനും ഞാൻ ഈ ചാമ്പ്യൻസ് ലീഗ് തുടങ്ങുന്ന മുമ്പ് ഞാൻ നോക്കിയപ്പോൾ എന്റെ ഇതില് ആ 2 ടീമുകളാണ് ഏറ്റവും സാധ്യത കൂടുതൽ ക്വാളിഫൈ ആവാൻ ഏറ്റവും സാധ്യത കൂടുതൽ 2 ടീമുകൾ റിയൽ മാഡ്രിഡും ഇന്റർ മിലാനാണ്. അവര് വൈശാഖ് അതിനെ 4 സ്റ്റാറിനാക്കി വിളിച്ചിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് എന്റെ അടുത്തോളം റിയൽ മാഡ്രിഡ് ഈവൻ ഒരു 5 സ്റ്റാർ പോലും ആവാം എന്ന് പറഞ്ഞ ടീമുകളാണ്. മേ ബി ഡിബേറ്റബിൾ 4 ആയിരിക്കും, പക്ഷെ 5 പോലും ആവാം നല്ല ടീമുകളാണ്. വളരെ നല്ല ടീമാണ് റിയൽ മാഡ്രിഡ്. ഇന്റർ മിലാനും ഇപ്രാവശ്യം ഞാൻ പറയുകയാണെങ്കിൽ സീരിയയിലെ ഫേവറേറ്റ്സ് ആണെന്ന് പറയാം എനിക്ക്. അപ്പൊ അവരിപ്പോ സീസൺ തുടങ്ങിയിടത്തോളം അവർ മേ ബി കുറച്ച് തോൽവിയൊക്കെ ഉണ്ടാവും. എന്നാലും എന്റെ ഇതിൽ അവർ സീരിയയിലെ ഫേവറേറ്റ്സ് ആണ്. അപ്പൊ അവർ രണ്ടുപേരും വളരെ നല്ല ടീമുകളാണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള 2 ടീം, അത് ഷക്തർ ഡൊണസ്ക് ആണെങ്കിലും ബൊറൂഷ്യ മോൺഷൻഗ്ലാഡ്ബാക്ക് ആണെങ്കിലും ഇവർ രണ്ടുപേരും വളരെ ടീമുകളാണ്. അവർ രണ്ടുപേരും പക്ഷെ അവർ രണ്ടുപേരും ഇന്റർ മിലാനിനെയും റിയൽ മാഡ്രിഡിനെക്കാളും ഒരു ലെവൽ താഴെയാണ്.
എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ക്വാളിഫൈ എന്നോട് ചോദിക്കാൻ ആരെയാണ് ക്വാളിഫൈ ആവുക ഗ്രൂപ്പ് ബി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും റിയൽ മാഡ്രിഡ് ഇന്റർ മിലാൻ ക്വാളിഫൈ ആവും. അത് കുറച്ച് ക്ലിയർ ആണ്. പക്ഷെ ഗ്രൂപ്പ് എച്ചില് അത് അത്ര ക്ലിയർ അല്ല. ആരാണ് ക്വാളിഫൈ ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSG ക്വാളിഫൈ ആവും എന്ന് പറയാൻ യെസ് എളുപ്പമായിരിക്കും. PSG ആണ് ഫേവറേറ്റ്, അവർ ക്വാളിഫൈ ആവും. ഓക്കെ, അവർ ആദ്യത്തെ കളി തോറ്റു കിട്ടുക, മാഞ്ചസ്റ്റർ ആദ്യത്തെ കളി തോറ്റു. പക്ഷെ എന്നാലും ഇവൻച്വലി ഗ്രൂപ്പ് സ്റ്റേജ് കഴിയുമ്പോൾ അവർ ക്വാളിഫൈ ആവും എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ആരാണ് രണ്ടാമത്തെ ടീം ക്വാളിഫൈ ആവുക എന്ന് പറയാൻ എളുപ്പമായിരിക്കില്ല. ആരായിരിക്കും അത്? ലൈപ്സിഗ് ആയിരിക്കുമോ യുണൈറ്റഡ് ആയിരിക്കുമോ എന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് അത് അവിടെയാണ് ബഷക്ഷീറിന്റെ ഇമ്പോർട്ടൻസ് വരിക. കാരണം ബഷക്ഷീറിന്റെ എതിരെയുള്ള മാച്ചസ് വളരെ നിർണായകമായിരിക്കും. കാരണം അതിന്റെ എതിരെയുള്ള മാച്ചസ് ഇവർക്ക് ജയിച്ചേ പറ്റൂ. ആൻഡ് എനിക്ക് ഉറപ്പാണ് ബഷക്ഷീർ ഏതെങ്കിലും ടീമുകളിൽ നിന്ന് പോയിന്റ് എടുക്കും. അവര് എല്ലാ ടീമുകളും അവരെ തോൽപ്പിക്കില്ല. ഏതെങ്കിലും ടീമുകളിൽ നിന്ന് പോയിന്റ് എടുക്കും. ആ എടുക്കുന്ന പോയിന്റ് വളരെ നിർണായകമായി വരും. അപ്പൊ അവിടെയാണ് എനിക്ക് ഈ ഗ്രൂപ്പ് കുറച്ച് ക്രിട്ടിക്കലാണ്. ആരാണ് ഇന്ന് ക്വാളിഫൈ ആവുക എന്ന് അറിയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരണകൊണ്ടാണ് ഞാൻ ഈ ഗ്രൂപ്പ് ബുദ്ധിമുട്ടാണെന്ന് പറയാൻ കാരണം. ബട്ട് യെസ്, നമ്മൾ രണ്ടുപേരും പറയണത് നമ്മുടെ റീസൺസ് ആണ്. എന്തായാലും നമുക്ക് ഇവിടെ നിർത്താൻ ഇതിനെ കുറിച്ച് നമുക്ക് ബാക്കിയുള്ള ഗ്രൂപ്പുകളിലേക്ക് ഇറക്കാം. സോ വൈശാഖ്, ബാക്കിയുള്ള ഗ്രൂപ്പുകളിൽ ഏതൊരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ എന്ത് ഓർഡറിലാണ് ഗ്രൂപ്പുകളിലെ ഡിഫിക്കൽട്ടി? അത് മാത്രമല്ല ആരൊക്കെയാണ്, ഏതൊക്കെ ടീമുകളാണ് വൈശാഖ് പ്രിഡിക്ട് ചെയ്യുന്നത് ആ ഗ്രൂപ്പുകളിൽ പ്രോഗ്രസ് ചെയ്യുക? ഇത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഈ റേറ്റിംഗിന്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇനി ഒരു 5 സ്റ്റാർ റേറ്റിംഗുള്ള 3 ടീമുകൾ കൂടിയുണ്ട്. ബയൺ മ്യൂണിക്, ലിവർപൂൾ, അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി. ഇതില് അതേപോലെ തന്നെ ഈ ഗ്രൂപ്പുകളിൽ ഇവരിലുള്ള ഗ്രൂപ്പുകളിൽ മാത്രമാണ് ഒരു 3 സ്റ്റാർ റേറ്റിംഗിൽ കുറഞ്ഞ ഒരു ടീം മാത്രമേ ഉള്ളൂ. മറ്റ് പല ഗ്രൂപ്പുകളിലും അറ്റ്ലീസ്റ്റ് 2 ടീമുകളിലും 3 സ്റ്റാർ റേറ്റിംഗിൽ കുറഞ്ഞ ഉള്ള 2 ടീമുകളിലും ഉണ്ട്. പക്ഷെ ഇവരുടെ ഗ്രൂപ്പുകളിൽ ഒരു ടീം മാത്രമേ ഉള്ളൂ 3 സ്റ്റാർ റേറ്റിംഗിൽ കുറഞ്ഞത്. ഇപ്പൊ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇപ്പൊ ലിവർപൂളിന്റെയും ബയണിന്റെയും ഗ്രൂപ്പ് ഏകദേശം ഒരേപോലെ തന്നെ ആണ്. ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ടീം, ഒരു 4 സ്റ്റാർ റേറ്റിംഗ് ടീം, ഒരു 3 സ്റ്റാർ റേറ്റിംഗ് ടീം, ഒരു 2 സ്റ്റാർ റേറ്റിംഗ് ടീം. ബയൺ മ്യൂണിക്കിൽ പറയുകയാണെങ്കിൽ ബയൺ മ്യൂണിക്, അത്ലറ്റിക്കോ മദ്രിഡ്, അത് കഴിഞ്ഞാൽ റെഡ് ബുൾ സാൽസ്ബർഗ്, 4th ടീം ആയിട്ടുള്ള ലോക്കോമോട്ടീവ് മോസ്കോ. അതേപോലെ തന്നെ ലിവർപൂളിന്റെ നോക്കുകയാണെങ്കിൽ ലിവർപൂള്, അറ്റ്ലാന്റ, അയാക്സ്, മിഷ്ടിലാൻഡ്. ഇതില് ഈ 2 ഗ്രൂപ്പുകളിൽ എനിക്ക് കുറച്ചും കൂടി ടഫായിട്ട് തോന്നണത് ശരിക്കും ബയൺ മ്യൂണിക്കിന്റെ ഗ്രൂപ്പാണ് എന്നാണ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത്. പക്ഷെ അത് ഇപ്പോഴും കുറച്ചും കൂടി എന്താ പറയാ, ഇറ്റ്സ് നോട്ട് ക്ലിയർ. ഒരു മാച്ചും കൂടി കഴിഞ്ഞപ്പോ അത് ഇനിയും ഇറ്റ്സ് ക്യാൻ ബി ആർഗ്യൂഡ് എന്നാണ് എൻ്റെ. അത് DA ആയാലും AD എന്നുള്ളതിലും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇപ്പൊ പറയണത് AD എന്നാണ്. അത് എൻ്റെ ഒരു ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. ഒരു വൺ ഓഫ് ദി മെയിൻ റീസൺ അത്ലറ്റിക്കോ മാഡ്രിഡിന് അറ്റ്ലാന്റയെക്കാട്ടിലും ഒരു ടൂർണമെന്റ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അറ്റ്ലാന്റയുടെ മാച്ച് കഴിഞ്ഞപ്പോ അറ്റ്ലാന്റയുടെ ക്യാപ്റ്റനായ പപ്പു ഗോമസ് പറഞ്ഞത്, ഇത്തവണ നമ്മൾക്കും ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മളെ ചെറുതായിട്ട് കാണരുത് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ അറ്റ്ലാന്റ ഇപ്പൊ എക്സ്പീരിയൻസ് ഇല്ലാത്ത ടീമല്ല. അവരുടെ കളിക്കാര് കഴിഞ്ഞ തവണ ആദ്യമായിട്ടായിരുന്നു ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നത്. അതിന്റെ തന്നെ അവർക്ക് ഒരു 2-3 മാച്ച് അവർ കുറച്ച് ആ ഒരു കേമത്തെ അവർക്ക് ടൂർണമെന്റിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളതും ശരിയാണ്. അവർ ടൂർണമെന്റിൽ പുറത്താവും എന്നൊക്കെ നമ്മൾ വിചാരിച്ച സമയത്താണ് അവസാനത്തെ 2-3 മാച്ച് ഒരു ഭയങ്കരമായിട്ട് ജയിച്ചിട്ട് അവര് ടൂർണമെന്റിൽ എന്താ പറയാ മുന്നോട്ട് പോണത്. ആ സ്ഥിതിക്ക് നോക്കുമ്പോ അറ്റ്ലാന്റ ഇപ്പോ കുറച്ചും കൂടി നമ്മൾ ഗൗരവമായിട്ട് കാണണം. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത് അവർക്ക് എക്സ്പീരിയൻസ് കുറവാണ്, അത്ലറ്റിക്കോ മാഡ്രിഡ് എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നാണ്. എന്നാൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പെർഫോമൻസ് ബയൺ ആയിട്ട് നോക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും നോട്ട് വെരി സാറ്റിസ്ഫൈഡ് എന്നൊക്കെ പറയാം. അപ്പോ ഞാൻ കുറച്ച് പറഞ്ഞ കാരണങ്ങളൊക്കെ കുറച്ചും കൂടി എനിക്ക് ഞാൻ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ബട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് വളരെ എന്താ പറയാ, അവർക്ക് ടൂർണമെന്റ് എക്സ്പീരിയൻസ് ഉള്ള ടീം തന്നെയാണ്. ഇപ്പൊ ഒരു പുതിയതായിട്ട് വന്ന കളിക്കാരായാലും സ്വാരസ് ആയാലും പിന്നെ അവരുടെ ഡിയേഗോ കോസ്റ്റ ഉണ്ട്. അങ്ങനെ ഹാവോ ഫിലിക്സ് കഴിഞ്ഞ തവണയെക്കാട്ടിലും കുറച്ചും കൂടിയും നന്നായി കളിക്കും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ പലതരത്തിൽ നോക്കുകയാണെങ്കിലും അത്ലറ്റിക്കോ മാഡ്രിഡ് അറ്റ്ലാന്റയെക്കാട്ടിലും ഒരു പിടി മുകളിലാണെന്ന് തന്നെയാണ് എപ്പോഴും എൻ്റെ അഭിപ്രായം. റെഡ് ബുൾ സാൽസ്ബർഗ്, അയാക്സും ഏകദേശം ഒരേപോലത്തെ ടീംസ് ആണ്. അവര്
അവർക്ക് കുറെ യൂത്ത് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു ഒരു ടീമിൽ. പക്ഷെ അയാക്സ് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ 2 കൊല്ലം മുമ്പ് കളിച്ചതിന് ശേഷം അന്നുണ്ടായിരുന്ന എല്ലാ പ്രധാന കളിക്കാരും മറ്റു ടീമുകൾക്ക് പോയി. ഇപ്പൊ വാൻഡബീക്ക് ആയാലും അതേപോലെ തന്നെ ഡിലിക്റ്റ് യുവന്റസിലേക്ക് പോയി, ഡിയോങ് ബാർസലോണയിൽ പോയി. ഇങ്ങനെ അവരുടെ പ്രധാനപ്പെട്ട കളിക്കാരൊക്കെ വിട്ടുപോയി. എന്നാൽ തന്നെ അവരുടെ അക്കാഡമി വളരെ സ്ട്രോങ് ആണ്. ഇപ്പൊ തന്നെ അക്കാഡമിയിൽ വന്ന 2-3 കളിക്കാരെ പറ്റിയിട്ട്, ഷൂർസ്, അങ്ങനെ ചില 2-3 കളിക്കാരെ പറ്റിയിട്ട് ഇപ്പോഴും ഒരു യൂറോപ്യൻ മീഡിയയിലൊക്കെ വളരെ വളരെ ആക്റ്റീവായിട്ട് ചർച്ചകൾ നടക്കുന്ന അയാക്സിലെ കളിക്കാരുകളുണ്ട്. റെഡ് ബുൾ സാൽസ്ബർഗ് അതേപോലെ അവർക്ക് റെഡ് ബുള്ളിന്റെ ഒരു ചെയിൻ ഉണ്ട്. അപ്പോൾ അവർക്ക് ഏതെങ്കിലും കളിക്കാരില്ലെങ്കിൽ തന്നെ റെഡ് ബുള്ളിന്റെ മറ്റ് ചെയിനുകളിൽ നിന്ന് കളിക്കാരെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. പോരാത്തിന് അവിടെ സബോസലായ് ആണ് ഗോൾ അടിച്ചത്. ഒരു നല്ലൊരു ഗോളാണ് ലോക്കോമോട്ടീവ് മോസ്കോയ്ക്ക് എഗെയിൻസ്റ്റ് അടിച്ചത്. അവർ ആ ലോക്കോമോട്ടീവ് മോസ്കോയ്ക്ക് എഗെയിൻസ്റ്റ് ജയിക്കാൻ പറ്റില്ല എന്നുള്ളതും കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ രണ്ടും ഏകദേശം ഒരേപോലത്തെ ടീമുകൾ തന്നെയാണ്. എന്നാൽ ലോക്കോമോട്ടീവ് മോസ്കോ മിഷ്ടിലാൻഡിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലൊരു ടീമാണെന്ന് പറയാം. കാരണം അവർക്ക് ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട്, കുറച്ചും കൂടി ചാമ്പ്യൻസ് ലീഗ് കളിച്ചിട്ടുണ്ട് അവർ കുറച്ചും കൂടി ഈ അടുത്തായിട്ട്. മിഷ്ടിലാൻഡ് അത്ര തന്നെ ചാമ്പ്യൻസ് ലീഗ്, ഒരു യൂറോപ്പ ലീഗാണ് ഒരു കഴിഞ്ഞ ഒരു 1-2 കൊല്ലമായിട്ട് കളിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഐ തിങ്ക് ലോക്കോമോട്ടീവ് മോസ്കോ കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള ടീമാവും. പിന്നെ മോസ്കോയിലേക്ക് ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ഇതല്ല ഈ വിന്റർ സമയത്ത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഗ്രൂപ്പ് എ ആണ് ഞാൻ കുറച്ചും കൂടി ടഫായിട്ട് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡി, അത് കഴിഞ്ഞാൽ പിന്നെ സി ആണ്. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗ്രൂപ്പ്. ഇതില് സിറ്റിയുടെ ഗ്രൂപ്പിൽ എന്താ വെച്ചാൽ 4 സ്റ്റാർ റേറ്റിംഗുള്ള ആരുമില്ല, 3 സ്റ്റാർ റേറ്റിംഗുള്ള 2 പേരാണുള്ളത്, മാർസയും പോർട്ടോ. അതൊരു 3- ആയിട്ടാണ്. കാരണം ഇതേ റേറ്റിംഗുള്ള ടീമുകൾ തന്നെയാണല്ലോ ഗ്രൂപ്പ് എച്ചിലുള്ളത്. അതൊരു നല്ലൊരു സംശയമായിരിക്കാം. പക്ഷെ അതല്ല, ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയാലും ലൈപ്സിക് ആയാലും ഒരു 3+ ആണ്. മാർസയും പോർട്ടോ ആകുമ്പോഴേക്കും കുറച്ചുകൂടി 3- ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ സി കുറച്ചും കൂടി ചോട്ടിലേക്കാണ് ഇട്ടേക്കുന്നത്. എ ഡി കഴിഞ്ഞിട്ടാണ് സി. ഇതിലുള്ള 4th ടീം എന്ന് പറയുന്നത് ഒളിമ്പിയാക്കോസ് ആണ്. അവരും അത്ര മോശമായിട്ടുള്ള ഒരു ടീമൊന്നല്ല. കുറെ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ നല്ലോണം കളിച്ചൊരു പരിചയമുള്ള ഒരു ടീം തന്നെയാണ്. അവരുടെ ആദ്യത്തെ കളി കഴിഞ്ഞപ്പോ തന്നെ, അപ്പൊ ആദ്യത്തെ കളി ഒളിമ്പിയാക്കോസ് മാർസയെ തോൽപ്പിച്ചു എന്നുള്ളത് കൂടി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഇപ്പൊ സി കുറച്ച് താഴ്ത്തിട്ട് പോയാലും ഒളിമ്പിയാക്കോസ് അത്ര മോശമായിട്ടുള്ള ടീമല്ല. ഞാൻ പ്രെഡിക്ട് ചെയ്തത് മാർസെ പോർത്തോനെക്കാട്ടിലും മുമ്പിൽ എത്തും എന്നായിരുന്നു കഴിഞ്ഞവണെക്കാട്ടിലും. ഇപ്പൊ അതിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ ചിലപ്പോ പോർട്ടോ തന്നെ ആയിരിക്കും മാർസെ ഒരു കളി തോൽക്കുകയും കൂടി ചെയ്തല്ലോ, അത് ഒളിമ്പിയാക്കോസിനായിട്ട്. അപ്പോ അത് കുറച്ച് ടഫായിരിക്കും. അപ്പൊ ഇവിടെ ഈ ഗ്രൂപ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് മാർസയും പോർത്തോയും തമ്മിൽ ആരാണ് സെക്കൻഡ് ആയിട്ട് ഫിനിഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഗ്രൂപ്പ് എച്ചിൽ പറയുന്ന പോലെ തന്നെ ഗ്രൂപ്പ് എച്ചിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലൈപ്സിഗും തമ്മിൽ ഒരു വലിയൊരു പോരാട്ടം നടക്കുന്ന പോലെ പാരീസ് സെയിന്റ് ജെർമാൻ എന്തായാലും ഫസ്റ്റ് തന്നെ ഫിനിഷ് ചെയ്യും എന്ന് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. പറയാൻ പറ്റില്ല. അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലൈപ്സിഗുമാണ് അവസാനത്തെ മാച്ച്. അതേപോലെ തന്നെ ഇവിടെ മാർസയും പോർത്തോയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള മാച്ച് ഇപ്പൊ വരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ഗ്രൂപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ വളരെ എന്താ പറയാ സിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ തന്നെയാണ് ഗ്രൂപ്പ് ഇയും എഫും. ഞാൻ ഗ്രൂപ്പ് ഇ ആണ് കുറച്ചും കൂടി ടഫ് ആയിട്ട് എന്ന് പറഞ്ഞ് ഇപ്പൊ മാച്ച് കഴിഞ്ഞപ്പോ എഫും വളരെ വളരെ ടഫ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് തോന്നുന്നുണ്ട് ഒരു പക്ഷെ ഞാൻ അതിന് പറഞ്ഞ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവിയ എന്ന് പറയുന്നത്, സെവിയയും ഡോട്ട്മണ്ടും ഒരു 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള 2 ടീമുകൾ. അത് കഴിഞ്ഞ് നമ്മൾ പറയുകയാണെങ്കിൽ ചെൽസി ആയാലും ലാസിയോ ആയാലും ഞാനൊരു 3 സ്റ്റാർ ആണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ വരുന്ന ബാക്കിയുള്ള 4 ടീമുകൾ ഇപ്പൊ ഗ്രൂപ്പ് ഇയിലുള്ള ക്രാസ്നോഡാറും അതേപോലെ തന്നെ റെൻ ഫ്രഞ്ച് ലീഗിൽ കളിക്കുന്ന ടീം. അതേപോലെ തന്നെ ഗ്രൂപ്പ് എഫിൽ വരികയാണെങ്കിൽ സെയിന്റ് സെനിറ്റ് പീറ്റേഴ്സ്ബർഗിലെ റഷ്യൻ ലീഗ് കളിക്കുന്ന റഷ്യൻ ടീം. അതേപോലെ തന്നെ ക്ലബ് ബ്രൂഗ് ബെൽജിയത്തിലെ ഒരു ടീം. അപ്പൊ ഇത് നാലും ഒരു 2 സ്റ്റാർ റേറ്റിംഗ് ആയിട്ടുള്ള ടീമുകൾ. അപ്പൊ എന്തായാലും ഡോട്ട്മണ്ട്, ലാസിയോ തന്നെയാണ് ഇതില് മുന്നിൽ നിൽക്കുന്ന ടീമുകൾ. അവിടെ മറ്റടുത്ത് ചെൽസി, സെവിയ.
ഇവിടെ സെവിയ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പോരാത്തതിന് അവരുടെ കോച്ചിങ്ങും അവരുടെ ടീം ഇസ് വെൽ ജെൽഡ് എന്ന് പറയാം. അതിന് മലയാളത്തിൽ എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. നന്നായി നല്ലോണം ട്രെയിനിങ് ചെയ്തിട്ട് അവർക്ക് ഒരു നല്ലൊരു കോർഡിനേഷൻ ഒക്കെ ഉണ്ട്. ഒരു ബെറ്റർ ഡിഫൻസ്, ബെറ്റർ സ്ട്രക്ചർ എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ സെവിയ ഡോട്ട്മണ്ടിനേക്കാളും ഒരു പിടി മുകളിലാണ്. ചെൽസി എന്ന് പറയുന്നത് എന്തായാലും ഒരു പിടി മുകളിലാണ് ലാസിയോക്കാട്ടിലും. കാരണം ചെൽസി എന്ന് പറയുന്നത് ഒരു 3+ ആണ് ശരിക്ക്. ബട്ട് ചെൽസിയെ ഞാൻ ശരിക്കും ഒരു 4 സ്റ്റാർ റേറ്റിംഗ് ആയിട്ടുള്ള ടീമായിട്ട് തന്നെ പ്രഖ്യാപിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ അതിന് 3 സ്റ്റാർ കൊടുക്കുന്നതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതുവരെ ചെൽസി പുതിയ കളിക്കാരെ അങ്ങോട്ട് മേടിച്ചുകൊണ്ടായില്ല അവരെ ടീമിലെ കളിപ്പിക്കാനും അവരെ എങ്ങനെ കളിപ്പിക്കണം എന്നുള്ളത് തീരുമാനിക്കണം. എവിടെ ഒരാളെ കളിപ്പിക്കണം. ടിമോ വേർണറിനെ ഒരു സെന്റർ ഫോർവേഡ് ആയിട്ട് കളിപ്പിക്കണം, അത് വിങ്ങർ ആയിട്ട് കളിപ്പിക്കണം. കായ് ഹാവേർട്സിന്റെ കാര്യം ഇതുപോലത്തെ പ്രശ്നമാണ്. അപ്പൊ പുതിയ വന്ന കളിക്കാരെ എങ്ങനെയാണ് അവരുടെ ടീമിൽ കളിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ലാംബാർഡിന് ഒരു തീരുമാനമായിട്ടില്ല. അവരുടെ ടീം ഇപ്പോഴും അത്ര ഫിക്സ് ആയിട്ടില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഞാൻ ചെൽസിയെ ഒരു 3 സ്റ്റാർ ആയിട്ട് പരിഗണിക്കണ എങ്കിൽ പോലും അവർ ലാസിയോനെക്കാട്ടിലൊക്കെ വളരെ മുന്നിലാണ്. വളരെ 3+ തന്നെയാണ് ചെൽസി. ഇതേപോലെ തന്നെ റെൻ ആയാലും ഈ 2 സ്റ്റാർ റേറ്റിംഗ് ഉള്ള 4 ടീമുകളിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു ടീമാണ് റെൻ. ക്രാസ്നോഡാറിനെ പറ്റി അത്ര പറയാനൊന്നും പറ്റില്ല. നേരെ മറിച്ച് എഫിലുള്ള ക്ലബ് ബ്രൂജും സെയിന്റ് സെനറ്റ് പീറ്റേഴ്സ്ബർഗും വളരെ സീരിയസ് ആയിട്ടുള്ള ടീം തന്നെയാണ്. ബ്രൂഗ് ഇപ്പോ സെയിന്റ് സെനറ്റ് പീറ്റേഴ്സ്ബർഗിനെ റഷ്യയിൽ പോയിട്ടാണ് തോൽപ്പിച്ചത്. പീറ്റേഴ്സ്ബർഗ് പോയി തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അവിടെ സ്റ്റേഡിയത്തിൽ ഫാൻസ് അലൗഡ് ആണ് റഷ്യയിൽ. അപ്പോ അവിടെ ഫാൻസ് ഉണ്ടായിരുന്നു. സ്റ്റേഡിയം ഫുൾ അല്ലെങ്കിലും ഇപ്പോഴത്തെ ഒരു നിയമപ്രകാരം അകലം പാലിച്ചുകൊണ്ട് ഫാൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് എളുപ്പമല്ല പീറ്റേഴ്സ്ബർഗിൽ പോയിട്ട് സെയിന്റ് സെനറ്റ് പീറ്റേഴ്സ്ബർഗിനെ തോൽപ്പിക്കുന്നത്. ബ്രൂഗ് തോൽപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഗ്രൂപ്പിൽ കുറച്ചും കൂടിയും ടഫാണ് അവിടെ കാര്യങ്ങൾ. ഡോട്ട്മണ്ട് ലാസിയോ മാച്ച് ഡോട്ട്മണ്ടിനെ ലാസിയോ തോൽപ്പിച്ചു. അങ്ങനെ വരുമ്പോൾ ആ ഗ്രൂപ്പ് കുറച്ചും കൂടിയും ടഫാണ് വിചാരിച്ചേക്കാട്ടിലും. എങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് ഈ തന്നെയാണ് കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള ഗ്രൂപ്പ് തന്നെയാണ്. കാരണം അവിടുത്തെ ടീമുകൾക്കാണ് കുറച്ചും കൂടി ഒരു മികവ് കൂടുതൽ. ഇനി ഏറ്റവും ഈസി ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് ഞാൻ വിചാരിക്കുന്നത് ഗ്രൂപ്പ് ജി ആണ്. ഗ്രൂപ്പ് ജിയിലെ മാച്ചാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് മെസ്സി ഫാൻസും റൊണാൾഡോ ഫാൻസും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് ജിയിലെ മാച്ചാണ് ഒരു ബാർസലോണ യുവന്റസ് ആയിട്ട് കളിക്കുമ്പോൾ കുറച്ച് കാലങ്ങളായിട്ട്. നാളെ എൽ ക്ലാസിക്കോ ആണ്. ഇന്നാണ് എൽ ക്ലാസിക്കോ. ഇന്ന് വൈകുന്നേരം. പക്ഷെ അവിടെ റൊണാൾഡോ ഇല്ല. അപ്പൊ എൽ ക്ലാസിക്കോനെക്കാട്ടിലും ആൾക്കാര് എൽ ക്ലാസിക്കോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ മെസ്സി റൊണാൾഡോ ഉള്ള ക്ലാസിക്കോ ആയിരിക്കും എല്ലാവരും കാത്തിരിക്കുന്നത്. മെസ്സി റൊണാൾഡോയിൽ ആര് ജയിക്കും. അപ്പൊ ഈ ഗ്രൂപ്പ് ജിയിലെ മാച്ചാണ് എല്ലാവരും ചാമ്പ്യൻസ് ലീഗിൽ എല്ലാവരും കാത്തിരിക്കുന്നത് എങ്കിൽ പോലും അവിടുത്തെ മറ്റ് 2 മാച്ചുകൾ ഈസിയാണ്. ഡൈനാമോ കീവ് ആയാലും ഫെറൻച്വാറോസ് ഒരു 1 സ്റ്റാർ റേറ്റിംഗ് ആയിട്ടുള്ള ടീമാണ്. ഏറ്റവും ഈസിയസ്റ്റ് മാച്ച്. ഇപ്പൊ ബാർസലോണ തന്നെ 5 ഗോൾ അടിച്ചിട്ടാണ് അവർ തോൽപ്പിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ഗ്രൂപ്പ് ജി ആണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഗ്രൂപ്പ്, യാതൊരു സംശയവുമില്ല. പക്ഷെ ഗ്രൂപ്പ് ജിയിലെ ഒരു 2 മാച്ചുകൾ എല്ലാവരും കാത്തിരിക്കുന്ന മാച്ചുകളാണ് ഇനി. അപ്പൊ ഞാൻ റേറ്റിംഗ് വെച്ചിട്ട് ഒരു മീനും അതിന്റെ ഒരു ആവറേജ് റേറ്റിംഗും അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടേബിളിലെ ഒരു ഓർഡർ. അപ്പൊ ഇതിൽ പറയണ പോലെ എച്ചും സിയും ഏകദേശം ഒരേപോലത്തെ ഗ്രൂപ്പ് തന്നെയാണ് റേറ്റിംഗ് നോക്കുമ്പോൾ. പക്ഷെ എച്ചിലുള്ള 3 സ്റ്റാർ റേറ്റിംഗ് ഉള്ള 2 ടീമുകൾ വളരെ മുന്നിലാണ് സിയിലുള്ള 2 3 സ്റ്റാർ റേറ്റിംഗ് ടീമിനെക്കാട്ടിലും. എന്നുള്ളതുകൊണ്ടാണ് എച്ച് സെക്കൻഡ് ആയിട്ടും സി എന്ന് പറയുന്നത് 5th ആയിട്ട് വരുന്നത് ഈ ഒരു ടേബിൾ. അപ്പൊ ഇതാണ് എന്റെ ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ. പിന്നെ പ്രഡിക്ഷൻ പറഞ്ഞ പോലെ തന്നെ ബി ആണെങ്കിൽ ഞാൻ റിയൽ മാഡ്രിഡ് ഇന്റർ എന്ന് തന്നെ കഴിഞ്ഞ തവണ പറഞ്ഞത് അങ്ങനെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ വിചാരിക്കുന്നു. പക്ഷെ എളുപ്പമല്ല. ശക്തർ ജയിച്ചു ഒരു മാച്ച്. ചിലപ്പോ ബൊറൂഷ്യ മുൻചെൻഗ്ലാഡ്ബാക്കിനെ ശക്തർ കടന്നു എന്നും വരാം. ചിലപ്പോൾ ശക്തർ യൂറോപ്പ ലീഗിലേക്ക് പോയി എന്ന് വരാം. എങ്കിൽ പോലും യൂറോപ്പ ലീഗ് പോകാൻ അധികം സാധ്യത ബൊറൂഷ്യ മുൻചെൻഗ്ലാഡ്ബാക്കിന്. ഗ്രൂപ്പ് എച്ചിലേക്ക് വരികയാണെങ്കിൽ പാരീസ് സെന്റ് ജെർമാൻ, ലൈപ്സിഗ് പോകുന്നാണ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത്.
അതില് ഇപ്പൊ എനിക്ക് കുറച്ചും കൂടി സംശയം കൂടി, കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പാരീസ് സെന്റ് ജർമാനെ ജയിച്ചു. ആ 3 പോയിന്റ് ലൈപ്സിക്കിന് ഇനി പാരീസ് സെന്റ് ജർമാനെ ആദ്യം തോൽപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പാരീസ് സെന്റ് ജർമാൻ ഒന്നിലധികം തവണ ഈ ഗ്രൂപ്പിൽ തോൽക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വരുമ്പോ ചിലപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ആയിരിക്കാം. എങ്കിൽ പോലും അവസാനത്തെ മാച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലൈപ്സിഗും തമ്മിലാണ്, ലൈപ്സിഗിന്റെ ഹോം ഗ്രൗണ്ടില് ഡിസംബർ 8 അന്നായിരിക്കും മനസ്സിലാവുക ആരാണ് ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 16ലേക്ക് പോവുക, ആരാണ് യൂറോപ്പ ലീഗിലേക്ക് പോവുക. എങ്കിൽ ഈ 2 ടീം തന്നെ ആയിരിക്കും ആ ഒരു ഫൈറ്റർ. എയിലേക്ക് വരികയാണെങ്കിൽ ബയേൺ, അത്ലറ്റിക്കോ, സാൽസ്ബർഗ് മിക്കവാറും യൂറോപ്പയിലേക്ക് പോകും. അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിയില് ലിവർപൂളും അയാക്സ്, അറ്റ്ലാന്റയും ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് സ്റ്റേജിലേക്ക് പോകും. അയാക്സ് യൂറോപ്പ ലീഗിലേക്ക് പോകും. സിയില് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത് മാർസെ സെക്കൻഡ് ആവുന്നതാണ്, പക്ഷെ ഞാൻ അത് തിരുത്തുന്നു. ഞാൻ പറയുന്നു പോർട്ടോ ആവും സെക്കൻഡ്. അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ടോപ്പ് ചെയ്യും, പോർട്ടോ ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് സ്റ്റേജിലേക്ക് പോകും. മാർസെ യൂറോപ്പ ലീഗിലേക്കാണ് പോകാൻ സാധ്യത കൂടുതൽ. ഈ ആണെങ്കിൽ സെവിയ, ചെൽസി, അതിൽ വലിയ സംശയമൊന്നുമില്ല. റെൻ യൂറോപ്പ ലീഗിലേക്ക് പോകും. എഫിൽ ഡോട്ട്മണ്ട്, ലാസിയോ, അതേപോലെ തന്നെ കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞത് സെനിറ്റ് പീറ്റേഴ്സ്ബർഗ് പോവാൻ സാധ്യത ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇപ്പോ പീറ്റേഴ്സ്ബർഗിൽ പോയിട്ടാണ് ബ്രൂജ് സെനിറ്റ് പീറ്റേഴ്സ്ബർഗിനെ തോൽപ്പിച്ചത്. അപ്പോ ഇനി ലാസിയോ, ഡോട്ട്മണ്ടോ അങ്ങനത്തെ ഏതെങ്കിലും ടീമായിട്ട് പീറ്റേഴ്സ്ബർഗിൽ ഒരു പോയിന്റ് നേടിയാലേ ഈ ഗ്രൂപ്പിൽ നിന്ന് യൂറോപ്പ ലീഗിലേക്ക് പോവാൻ സെനിറ്റ് പീറ്റേഴ്സ്ബർഗിന് പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോ മാറ്റുന്നു. ബ്രൂജ് ആയിരിക്കും യൂറോപ്പ ലീഗിലേക്ക് പോവുക, സെനിറ്റ് പീറ്റേഴ്സ്ബർഗ് 4th ആയിട്ട് ഫിനിഷ്. ജി കുറച്ചും കൂടി സിമ്പിൾ ആണ്. ഫ്രഞ്ച് വാറോസ് യൂറോപ്പ ലീഗിലേക്ക് ഒന്നും പോവില്ല. ആ സ്ഥിതിക്ക് ഞാൻ ഡൈനാമോ കിഫ് യൂറോപ്പ ലീഗിലേക്ക് പോകും. പക്ഷെ ആര് ഫസ്റ്റ് ഫിനിഷ് ചെയ്യുന്നുള്ളത് കുറച്ച് ടഫാണ്. യുവന്റസ് ആണോ ബാർസലോണയാണോ? കാരണം യുവന്റസിന് കോച്ച് എന്ന് പറയുന്നത് പിർലോന്റെ ആദ്യത്തെ ഒരു ജോബാണ് ഈ യുവന്റസിന്റെ കോച്ചിങ് എന്ന് പറയുന്നത്. ഒരു പരിചയക്കുറവ് എന്ന് പറയുന്നത് വളരെ അധികം ബാധിക്കാൻ സാധ്യതയുണ്ട് യുവന്റസിന്. ബാർസലോണയുടെ കൂമാൻ വലിയ കേമായിട്ടുള്ള കോച്ചൊന്നും അല്ലെങ്കിൽ പോലും കോച്ചിങ്ങിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ച് തന്നെയാണ് കൂമാൻ. അപ്പൊ കൂമാൻ എങ്ങനെ ബാർസലോണയുടെ ഇപ്പൊ ഇത്രയുള്ള ബാർസലോണയിലുള്ള അനവധി പ്രോബ്ലങ്ങളാണ്. ഇതിനൊക്കെ എങ്ങനെ പരിഹാരം കണ്ടെത്തും എന്നുള്ളത് കണ്ടെന്നെ അറിയണം. അപ്പോ രണ്ടുപേർക്കും അത്ര എളുപ്പമൊന്നും അല്ല. പക്ഷെ എങ്കിൽ പോലും യുവന്റസ് ആയിരിക്കും ബാർസലോണയെക്കാട്ടിലും മുന്നിൽ എന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. ഞാൻ ബാർസലോണ സെക്കൻഡ് ആയിട്ടും യുവന്റസ് ഫസ്റ്റ് ആയിട്ടും ക്വാളിഫൈ ചെയ്യും ഡൈനാമോ കിഫ് യൂറോപ്പയിലേക്ക്. ഞാൻ എന്തായാലും ഇനിയിപ്പോ എന്റെ ഇതിൽ ഞാൻ ഓരോ ഗ്രൂപ്പായിട്ടും അതിന്റെ ഡിഫിക്കൽട്ടി ഒന്നും പറയുന്നില്ല. ഐ തിങ്ക് വൈശാഖ് പറഞ്ഞ പോലെ തന്നെ ഏകദേശം ആ റീസണിങ് തന്നെയാണ് മിക്കവാറും. ഇപ്പൊ ഒരു മാച്ച് കണ്ടെടുത്തോളം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും ഞാൻ അതുകൊണ്ട് എന്റെ ഡീറ്റെയിൽ ഏത് ഗ്രൂപ്പാണ് ബുദ്ധിമുട്ട്, എന്റെ ലെവലിൽ ഏതാണ് ഡിഫിക്കൽട്ടി എന്നൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ഏത് ടീമാ പ്രോഗ്രസ് ചെയ്യണേ എന്നുള്ള കാര്യം ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അതിനു മുമ്പ് വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ ഗ്രൂപ്പ് എച്ച് ഇത്ര ബുദ്ധിമുട്ടാണ് ഡീനേക്കാളെന്ന് പറയാൻ കാരണം. പേഴ്സണലി എനിക്ക് ആലോചിക്കുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്വാളിഫൈ ആവാൻ പറ്റുമോ എന്ന് എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് എച്ച്. അതുകൊണ്ടേക്ക് വൈശാഖും പറഞ്ഞ കേട്ടു ഗ്രൂപ്പ് എ വൈശാഖിന് ഗ്രൂപ്പ് ഡിയേക്കാളും ബുദ്ധിമുട്ടാണെന്ന് വൈശാഖ് പറയേണ്ടതാണ്. അത് കാരണം ബയൺ മ്യൂണിക്ക് ഫാനാണ് വൈശാഖിന് അത്ലറ്റിക്കോ സാൽസ്ബർഗും ആയിരിക്കും ബിഗർ റിസ്ക് തോന്നുന്നുണ്ടാവുക. കാരണം അത് വൈശാഖ് ബയൺ മ്യൂണിക്ക് ഫാനാണ് ചെറിയ ബയസുകൾ ആവാം തോന്നുന്നു. എന്തായാലും അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഡീറ്റെയിൽ ഡിസ്കഷനിലേക്ക് ഒന്നും പോകണ്ട. കാരണം നമ്മുടെ ഒപ്പീനിയൻസ് എപ്പോഴും നമ്മുടെ വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതാണ് നമ്മുടെ ഒപ്പീനിയൻസ് ആർ ബേസ്ഡ് ഓൺ നമ്മുടെ ഇൻട്രസ്റ്റ് ഓൾസോ. സോ അതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ ഡിസൈഡ് ചെയ്യാൻ കാരണം. ഏതെങ്കിലും ഗ്രൂപ്പ് ഡിഫിക്കൽട്ടിയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഏത് ടീമുകളാണ് പ്രോഗ്രസ് ആവണേ ഈ ഗ്രൂപ്പുകളിൽ നിന്ന് ഞാൻ എന്റെ പ്രവചനം പറയും. അപ്പൊ നേരത്തെ ഞാൻ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ചെയ്തപ്പോൾ പ്രവചിച്ചേക്കാളും ഒരൊറ്റ മാറ്റം ഞാൻ ചെയ്യുന്നത് ഈ എൻറ്റയർ ഇതില്. അതെന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് എയിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇപ്രാവശ്യവും അത് തന്നെ ബയൺ മ്യൂണിക്കും അത്ലറ്റിക്കോ മാഡ്രിഡും തന്നെ ആയിരിക്കും ഫസ്റ്റും സെക്കൻഡും ആയിട്ട് ക്വാളിഫൈ ആവുക. സാൽസ്ബർഗ് യൂറോപ്പ ലീഗിലേക്ക് പോകുന്നുണ്ടാവും, ഒരു വ്യത്യാസമില്ല. ഗ്രൂപ്പ് ബിയിലാണെങ്കിൽ റിയൽ മാഡ്രിഡും ഇന്റർ മിലാനും തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക ക്വാളിഫൈ ആയിട്ട്. ഷക്തർ ജയിച്ചു, റിയൽ മാഡ്രിഡ് തോറ്റു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവൻച്വലി 6 മാച്ച് കഴിയുമ്പോഴേക്ക് റിയൽ മാഡ്രിഡ് ക്വാളിഫൈ ആവും.
ചിലപ്പോൾ ഫസ്റ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ സെക്കൻഡ് ആയിരിക്കും എന്നുള്ള വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഞാൻ എന്നാലും ഇപ്പോഴും അതിന് ഡിസിഷൻ എടുക്കലില്ല. ഫോർ നൗ റിയൽ മാഡ്രിഡ് ആയിരിക്കും ഗ്രൂപ്പിൽ ഫസ്റ്റ് ആവുക. കാരണം അവരും ഇന്റർ മിലാൻ മാച്ച് ഉള്ള മാച്ച് ആയിരിക്കും ഡിസൈഡ് ചെയ്യുക ആരാ ഫസ്റ്റ് സെക്കൻഡ് ആവുന്നതാണ് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഐ എം സ്റ്റിൽ ഗോയിങ് വിത്ത് റിയൽ മാഡ്രിഡ് ഫസ്റ്റ് ആവുന്നത്, ഇന്റർ മിലാൻ സെക്കൻഡ്, ആൻഡ് മോൺഷൻ ഗ്ലാഡ്ബാക്ക് ആണ് ഞാൻ ഇപ്പോഴും തേർഡ് ആവുമെന്ന് വിചാരിക്കുന്നത്. യെസ്, ഷക്തർ ജയിച്ചു, പക്ഷെ എനിക്ക് എന്നാലും ഷക്തറും മോൺഷൻ ഗ്ലാഡ്ബാക്കും കൂടെയുള്ള മാച്ച് ആയിരിക്കും നിർണായകം, ആരാണ് തേർഡ് ആവുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ മോൺഷൻ ഗ്ലാഡ്ബാക്കിന് ഇപ്പോഴും വെയിറ്റേജ് കൊടുക്കണം, ആൻഡ് ഐ ബിലീവ് ദേ വിൽ ഫിനിഷ് തേർഡ്. ബാക്കി പിന്നെ ഗ്രൂപ്പ് സിയിലാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി, പോർട്ടോ ആയിരിക്കും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാളിഫൈ ആവുക. ഇപ്പൊ ഇവിടെയാണ് ഒരു ചെറിയ ട്രിക്ക് ഇതല്ല, ഇനി മാർസേ ആവുമോ തേർഡ് ആവുക എന്നുള്ളത്. ഞാൻ എന്തായാലും അഗൈൻ ഒരു മാച്ചിന്റെ ഇതിൽ ഞാൻ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് മാർസേക്ക് കൊടുത്തിരിക്കുന്നു. മാർസേ തന്നെ തേർഡ് ആവും എന്ന് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു. കോൺഫിഡൻസ് കുറവാണ് എന്ന് പറയാം, പക്ഷെ എന്നാൽ ഞാൻ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. മാർസേ തന്നെ തേർഡ് ആവും, ഷുവർലി തേർഡ് ആവും. വൈശാഖ് നേരത്തെ എനിക്ക് വൈശാഖ് മാർച്ച് സെക്കൻഡ് ആവുന്നത് പറഞ്ഞു. ഡെഫിനറ്റ്ലി മാർച്ച് സെക്കൻഡ് ആവും എനിക്ക്, ഞാൻ നേരത്തെ പോർട്ടോ സെക്കൻഡ് ആവുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ അത് തന്നെ സ്റ്റിക്ക് ചെയ്യണേ. മാർച്ച് തേർഡ് ആവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഫോർത്ത് ആവില്ല എന്നാണ് ഇപ്പോൾ ഉള്ളത്. ഗ്രൂപ്പ് ഡിയിലാണെങ്കിൽ ലിവർപൂൾ, അറ്റ്ലാന്റ ആണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, അയാക്സ് തേർഡ് ആയിരിക്കും, വ്യത്യാസമൊന്നുമില്ല അതില്. ലിവർപൂൾ അയാക്സിനെ തോൽപ്പിച്ചിരുന്നു 1-0, അറ്റ്ലാന്റ ജയിച്ചു, സോ അതുകൊണ്ട് അവര് തന്നെ ആ ഓർഡർ പോകുന്നു. ഗ്രൂപ്പ് ഇയില് സെവിയ, ചെൽസി, റെൻ. ഇതില് സെവിയ ചെൽസി മാച്ച് നടന്നു, അത് ഡ്രോ ആയിരുന്നു, പക്ഷെ ഇവര് തന്നെ ക്വാളിഫൈ ആവും. സെവിയ ഓക്കെ ഫസ്റ്റ് ആവും, ചെൽസി സെക്കൻഡ് ആവും, ചിലപ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിലും വലിയതൊന്നുമില്ല. ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് റെൻ തേർഡ് ആവും, വ്യത്യാസമൊന്നുമില്ല അതിൽ. ഡോട്ട്മണ്ട് ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിലാണ് വൈശാഖ് ചെറിയ പോയിന്റ് പറഞ്ഞു, അത് തന്നെയാണ് എനിക്ക് ഇവിടെയും ഒരു ഇൻട്രസ്റ്റ് ഉള്ളത്. എന്റെ ഫസ്റ്റും സെക്കൻഡും വ്യത്യാസമില്ല, ഡോട്ട്മണ്ട് ക്വാളിഫൈ ആവും, ലാസ്റ്റ് സെക്കൻഡ് ആവും. തേർഡ് ആവുന്ന ജെനിത്ത് ആവുമോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കറന്റ് ലോസ് കാരണം. അതാണ് കാരണം നിർണായക മാച്ച് ആയിരുന്നു. അവർക്ക് തേർഡ് ആവണമെങ്കിൽ ആ ഇപ്പൊ കളിച്ച മാച്ച് അവർ തോൽക്കാൻ പാടില്ലായിരുന്നു. അത് തോറ്റെടുത്തുകൊണ്ട് എനിക്ക് ഇനി അത് തേർഡ് ആവുമോ എന്ന് സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രഡിക്ഷൻ മാത്രം ഞാൻ എടുത്തു. ക്ലബ് ബ്രൂഷ് തേർഡ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ജെനിത്ത് ആയിരിക്കില്ല, ക്ലബ് ബ്രൂഷ് ആയിരിക്കും തേർഡ് എന്നാണ്. ആ ഒരൊറ്റ ചേഞ്ച് മാത്രം ഞാൻ എന്റെ എൻറ്റയർ പ്രഡിക്ഷനിൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ക്ലബ് ബ്രൂഷ് തേർഡ്, ജെനിത്ത് ഔട്ട് ഓഫ് ചാമ്പ്യൻ ലീഗ് ആൻഡ് യൂറോപ്പ ലീഗ് എന്നാണ് ഞാൻ പറയുന്നത്. ബാക്കി ഗ്രൂപ്പ് ജിയിലേക്ക് പോകുമ്പോൾ യുവന്റസ് ആൻഡ് ബാഴ്സലോണ, അവരാണ് ബെസ്റ്റ് ടു ടീംസ്. വൈശാഖ് പറഞ്ഞ പോലെ റൊണാൾഡോ മെസ്സി മാച്ചിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇടയ്ക്ക് ന്യൂസ് കേൾക്കുന്നുണ്ടായിരുന്നു, അത് റൊണാൾഡോ കളിക്കുന്നുണ്ടാവില്ല ബാഴ്സലോണ മാച്ച്, കാരണം കോവിഡ് റീടെസ്റ്റ് ചെയ്തപ്പോഴും പോസിറ്റീവ് വന്നു എന്നൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു. ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ് എന്നാണ് ഞാൻ പറയുകയാണെങ്കിൽ. റൊണാൾഡോ ഫിറ്റസ്റ്റ് പേഴ്സൺ ഇൻ പ്രോബബ്ലി ദ വേൾഡ് ഇറ്റ്സെൽഫ് ആണ്. അപ്പൊ അതുകൊണ്ട് ഐ എക്സ്പെക്ട് റൊണാൾഡോ കളിക്കേണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. അപ്പൊ അതായിരിക്കും നല്ലൊരു മാച്ച്. എന്റെ ഇതിൽ ഞാൻ വൈശാഖ് പറഞ്ഞ പോലെ തന്നെ യെസ്, പിർലോ ഒരു പുതിയ മാനേജറാണ്, അതുകൊണ്ട് യുവന്റസ് എത്രാണ്ട് കളിക്കും, ചാമ്പ്യൻസ് ലീഗ് എങ്ങനെ അവരുടെ ടീം കെമിസ്ട്രി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടതാണ്. പക്ഷെ എന്നാലും ഞാൻ യുവന്റസിന് ഒരു മുൻതൂക്കം കൊടുക്കുന്നു ബാഴ്സലോണയേക്കാൾ. കാരണം ബാഴ്സലോണ അവരുടെ ഒരു ഇന്റേണൽ ഇഷ്യൂസ് ഒക്കെ ആയിട്ടുണ്ട് അവിടെ. നമ്മൾ ഈ സീസൺ കഴിഞ്ഞ പറഞ്ഞില്ലേ, മെസ്സിയും ബാഴ്സലോണ ബോർഡും കൂടെ അത്ര നല്ല സുഖത്തിലായിരുന്നില്ല. കോമാൻ വന്നൊരു മാനേജറായിട്ട്, കോമാനും അത്ര ഒരു നല്ല ഒരു ഐ വുഡ് സേ ഒരു നല്ല സിറ്റുവേഷൻ അല്ല ആ ടീമിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് പുറത്തുനിന്ന് കേട്ടെടുത്തോളം നല്ല തോന്നുന്നു. അപ്പൊ ഈ കുഴപ്പങ്ങൾ കൊണ്ട് ബാഴ്സലോണ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ടീമും പറഞ്ഞിടത്തോളം ബാഴ്സലോണ ബാഴ്സലോണത്തോളം അവരുടെ ടീം ഇസ് നോട്ട് ഹൈ ലെവൽ പറയണം. അത് വൈശാഖിക്ക് 5-star റേറ്റിംഗ് പോലും കൊടുത്തില്ല. ദാറ്റ് ഈസ് എ റീസൺ ഫോർ ദാറ്റ്. കാരണം അത് ബാഴ്സലോണ ആസ് എ ടീം അത്ര നല്ലത്. മെസ്സി കളിച്ചാൽ ഡെഫിനറ്റ്ലി മെസ്സി ക്യാൻ പുൾ സിംഗിൾ ഹാൻഡ്ലി വിൻ എനി ടീം. അപ്പൊ അതല്ലെങ്കിൽ അവരുടെ ടീം അത്രയും ഒരു ടീമൊന്നും അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ യുവന്റസ് ഫസ്റ്റ്, ബാഴ്സലോണ സെക്കൻഡ്, ഡൈനാമോ കീവ് തേർഡ് ആവും എന്നാണ് എന്റെ ഇത്. അപ്പൊ അത് വ്യത്യാസമൊന്നുമില്ല. ആൻഡ് ഗ്രൂപ്പ് എച്ചിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, PSG ഫസ്റ്റ് ആയിരിക്കും, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെക്കൻഡ് ആയിരിക്കും ഞാൻ പ്രെഡിക്ട് ചെയ്യുന്നത്. ഞാൻ അത് തന്നെ വെക്കുന്നു. ലൈപ്സിഗ് തേർഡ് ആയിരിക്കും. യുണൈറ്റഡ് ജയിച്ചുകൊണ്ട് എന്റെ പോയിന്റ് സ്ട്രോങ്ങർ ആയി എന്ന് പറയാം. അത് യുണൈറ്റഡ് തന്നെ ക്വാളിഫൈ ആവുന്നു. പക്ഷെ അത് വൈശാഖ് പറഞ്ഞല്ലോ, PSG ഇനി ഒരു കളി നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് PSG തന്നെയായിരിക്കും ഫസ്റ്റ് ആവേണ്ടാവുക. യുണൈറ്റഡ് സെക്കൻഡ് ആവാനുള്ള ഒരു 3 പോയിന്റ് കിട്ടിയത് അഡ്വാൻറ്റേജ് ആയി. അതുകൊണ്ട് ഐ തിങ്ക് കുറച്ചുകൂടെ സോളിഡിഫൈ ആയി, കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും യുണൈറ്റഡ് തന്നെയായിരിക്കും സെക്കൻഡ് ആവേണ്ടാവുക. അപ്പൊ ഇതാണ് എന്റെ മെയിൻ ടീംസ് പറയുന്നത്. ഇതിൽ ഞാൻ ഇത്ര വൈശാഖ് ഡീറ്റെയിൽ ആയി പറഞ്ഞേക്കാണ് വൈശാഖ് കവർ തരുന്നത്. അപ്പൊ അത് തന്നെ വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. വൈശാഖ് വല്ലതും ആഡ് ചെയ്യാനുണ്ടോ അതോ നമുക്ക് ഇവിടെ തന്നെ നിർത്താം?
അങ്ങനെ ആഡ് ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ ഫസ്റ്റ് റൗണ്ടിൽ കളിച്ച ചില മാച്ചുകളെ പറ്റിയിട്ട് ഒന്ന് പറയുകയാണെങ്കിൽ, റിയൽ മാഡ്രിഡ് തോറ്റു എന്നുള്ളതൊരു വലിയ അത്ഭുതമായി. അത് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫിൽ റിയൽ മാഡ്രിഡിന്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. പ്രത്യേകിച്ച് സെർജിയോ റാമോസ് ഇല്ലെങ്കിൽ റിയൽ മാഡ്രിഡിന്റെ ഡിഫൻസ് വളരെ വീക്കാണ് എന്നുള്ളത് ആദ്യം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ സീസണും കഴിയുമ്പോൾ. കഴിഞ്ഞ 2-3 സീസണായിട്ട് റിയൽ മാഡ്രിഡ് റാമോസ് ഇല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പിന്നെ ഒരു നല്ല മാച്ച് അറ്റ്ലാന്റ മിഡ്ലാൻഡ് ആയിട്ടാണെങ്കിൽ പോലും കുറെ നല്ല ഗോളുകളൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ആ ഗ്രൂപ്പ് കുറെ ഗോളുകൾ ഉണ്ടാവുന്ന ഒരു ഗ്രൂപ്പാണെന്നാണ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത്. പക്ഷെ ലിവർപൂൾ അയാക്സ് മാച്ച് വളരെ മങ്ങിപ്പോയി. ഒരു ഗോള്, അത് ഔൺ ഗോള് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ബയോൺ അത്ലറ്റിക്കോനെ തോൽപ്പിച്ചത് ഒരു വലിയൊരു ഇറ്റ്സ് ലൈക്ക് ബിഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. അത്ലറ്റിക്കോ പോലത്തെ ഒരു ടീമിനെ 4-0 തോൽപ്പിച്ചത്, ദാറ്റ്സ് എ ബിഗ് തിങ്. പിന്നെ അതേപോലെ തന്നെ ലാസിയോ ഡോട്ട്മണ്ടിനെ തോൽപ്പിച്ചതും അതൊരു ഇറ്റ്സ് എ ബിഗ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ലാസിയോ. ഡോട്ട്മണ്ടിന്റെ ഇപ്പോഴത്തെ ഈ അടുത്തായിട്ടുള്ള പെർഫോമൻസുകൾ പോരാ എന്ന് പറയാം. ഡോട്ട്മണ്ട് ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തത് അത്രയും ഒരു ഇന്റൻസിറ്റി പോരാ. ഡോട്ട്മണ്ടിന്റെ പ്രത്യേകിച്ച് ഡോട്ട്മണ്ടിന്റെ സാൻചോന്റെ പെർഫോമൻസ് ഒട്ടും സാറ്റിസ്ഫാക്ടറി അല്ല. അതേപോലെ തന്നെ ഡോട്ട്മണ്ടിന്റെ ഡിഫെൻഡിങ് ലൈനിൽ കുറച്ച് പ്ലേയേഴ്സ് ഇഞ്ചേർഡ് ആണ്. സാഗഡു, അക്കാഞ്ചി ഇതൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ എംറെ ചാൻ സെന്റർ ബാക്ക് ആയിട്ട് കളിക്കുന്ന ഒരു കളിക്കാരനാണ് ഡോട്ട്മണ്ടിന് വേണ്ടി. ഇപ്പോ എംറെ ചാനിന് COVID-19 ആണ്. അപ്പൊ എംറെ ചാൻ ഈസ് ഓൾസോ ഔട്ട്. അങ്ങനെ വരുമ്പോ ഡെലൈനി എന്ന് പറയുന്ന ഒരു കളിക്കാരനാണ് ഒരു സെന്റർ ബാക്ക് ആയിട്ട് കഴിഞ്ഞാണ് യൂസ് ചെയ്തത്. ഡെലൈനി ആക്ച്വലി ശരിക്കും ഒരു മിഡ്ഫീൽഡർ ആണ്. സെന്റർ ബാക്ക് ആയിട്ട് കളിച്ചിട്ട് വലിയ അത്ര അധികം പരിചയമൊന്നും ഇല്ലാത്തൊരു കളിക്കാരനാണ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് മാച്ച് എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പാരീസ് സെയിന്റ് ജെർമാൻ മാച്ച് തന്നെയാണ്. അതില് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പല കളിക്കാരും കുറെ അധികം ക്രിറ്റിസിസം ഉയർന്ന പല കളിക്കാരും അവർ പറയണ എന്താ പറയാ, ഇറ്റ്സ് എൻ ആൻസർ ടു ദി ക്രിറ്റിക്സ് എന്ന് പറയാം. അവരുടെ ഈ പാരീസ് സെയിന്റ് ജെർമാൻ അഗേൻസ്റ്റുള്ള പെർഫോമൻസ്, പ്രത്യേകിച്ച് പോൾ പോഗ്ബ ബെഞ്ചിൽ നിന്ന് വന്നതിന് ശേഷം ആ അറ്റാക്കിൽ ഉണ്ടായ ഒരു ഇംപ്രൂവ്മെന്റ്, ഒരു ഫ്ലോ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളിയിൽ കൂടി. പോരാത്തതിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വളരെ എന്താ പറയാ യൂത്ത് ഡിഫൻഡേഴ്സ്, യങ് ഡിഫൻഡേഴ്സ് പറയാനുള്ള വാൻ ബിസാക്ക, ട്വാൻസെബെ, ഇവരുടെ പെർഫോമൻസ് ഒക്കെ വളരെ കേമായിരുന്നു. മെക്ടോമിനെ ഡിഫെൻഡിങ് എന്ന് പറയുന്ന ഇതിൽ വളരെ നന്നായിട്ട് കളിച്ചു. ഇതൊക്കെ തന്നെ. എനിക്ക് ഒരു കാര്യം മാത്രം ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. വൈശാഖ് മെൻഷൻ ചെയ്ത് ടോപ്പ് 4 ടീം ഈ ചാമ്പ്യൻസ് ലീഗിൽ ജയിക്കാൻ പറ്റുന്ന 4 ടീമിൽ ഒന്നാണ് ലിവർപൂൾ. ലിവർപൂളിന്റെ മെയിൻ സെൻട്രൽ ഡിഫൻഡറായ വാൻ ഡൈക്ക് ഇഞ്ചേർഡ് ആയി. ആൻഡ് അങ്ങയുടെ ഇഞ്ചുറി ഒരു 7 മാസം ഇഞ്ചുറി എന്നൊക്കെയാണ് ഇപ്പൊ കേൾക്കുന്നത്. കാരണം ACL ആണ്. അതുകൊണ്ട് അത് സർജറി ചെയ്തിട്ടില്ല. ചെയ്ത് കഴിഞ്ഞാൽ അത് റീകൂപ്പറേറ്റ് ചെയ്യാൻ ഒരു 6-7 മാസം എടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ മിക്കവാറും ഈ സീസൺ നല്ല ഭാഗം കളിക്കണ്ടാവില്ല എന്നുള്ള സിറ്റുവേഷൻ ആണ്. ഇത് ലിവർപൂളിനെ കാര്യമായിട്ട് ബാധിക്കാം. കാരണം എന്താ വെച്ചാൽ ലിവർപൂളിന്റെ ഡിഫൻസിന്റെ മെയിൻ പ്ലെയർ ആണ് വാൻ ഡൈക്ക്. അപ്പൊ വാൻ ഡൈക്ക് ഇല്ലാതെ ലിവർപൂളിന്റെ പെർഫോമൻസ് ആക്ച്വലി ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരുന്നു. വാൻ ഡൈക്ക് ഇല്ലാണ്ട് ലിവർപൂളിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അത് മോശമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഈ വാൻ ഡൈക്കിന്റെ ഇഞ്ചുറി ക്യാൻ ഇമ്പാക്ട് ലിവർപൂളിന്റെ ചാൻസസ് ചാമ്പ്യൻസ് ലീഗിൽ. അതിന് ക്വാളിഫൈ ആവും, അത് സംശയമില്ല. പക്ഷെ അത് കഴിഞ്ഞ് നോക്കൌട്ടിലേക്ക് പോകുമ്പോൾ ഇത് ഇമ്പാക്ട് ആവാം എന്നുള്ളൊരു വലിയ നിർണായകമായ ഒരു സംഭവമാണ് അത് വാൻ ഡൈക്കിന്റെ ഇഞ്ചുറി. എന്തായാലും അതാണ് വേറൊരു കാര്യം ആഡ് ചെയ്യാനുള്ള. ബാക്കിയുള്ളെല്ലാം വൈശാഖ് കവർ ചെയ്തു. എനിവേസ് നമ്മുടെ വ്യൂവേഴ്സിനോട് ഞങ്ങൾ ആദ്യമായിട്ടാണ് മലയാളത്തില് ഇത് ഒരു പോഡ്കാസ്റ്റ് നടത്തുന്നത്, ആദ്യം പറഞ്ഞ പോലെ തന്നെ. അപ്പൊ എന്തെങ്കിലും ഒരു സാഹസം അതെ, ഒരു സാഹസമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് പോയിന്റ്സോ അല്ലെങ്കിൽ സജഷൻസ് ഒക്കെ എന്തെങ്കിലും പറയുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ, നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് ഇഷ്ടമായാൽ ഇത് പ്ലീസ് അത് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യൂ. അത് കഴിഞ്ഞാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആൻഡ് മലയാളത്തിൽ ഇനിയും പോഡ്കാസ്റ്റ് കാണണമെങ്കിൽ ഞങ്ങളുടെ അവിടെ പോയി കമന്റ്സിൽ അടിക്കും, മലയാളത്തിൽ വേണം പോഡ്കാസ്റ്റുകൾ, മലയാളത്തിൽ വേണം എന്നുണ്ടെങ്കിൽ പറയൂ. ഞങ്ങൾ ഇനിയും മലയാളത്തിൽ പോഡ്കാസ്റ്റുകൾ ചെയ്യാം.
Okay. So anyways, until next time, stay safe and goodbye.